വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ദിലീപും കാവ്യ മാധവനും. നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത്. സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തു വന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തോടെ മലയാള സിനിമയിൽ നിന്നും മഞ്ജു പൂർണ്ണമായും മാറി നിന്നു. പിന്നീട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ ആരാധകർ ദിലീപിലൂടെ മാത്രമാണ് അറിഞ്ഞത്. പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകന്നു കഴിഞ്ഞു. മഞ്ജുവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് അഭിമുഖങ്ങളിൽ ആവർത്തിച്ച് ദിലീപിനോട് ചോദ്യം ഉയർന്നെങ്കിലും കുടുംബജീവിതത്തിലാണ് മഞ്ജുവിന്റെ സന്തോഷമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ഇതിനിടയിലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 2012-ൽ ഗുരുവായൂരിൽ മഞ്ജു വാര്യർ നൃത്തം അവതരിപ്പിക്കുന്നത്. വിദ്യാരംഭ ദിനത്തിലായിരുന്നു ഇത്. അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ സൂചനയാണോ ഇതെന്ന് ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും നൃത്തത്തോടുള്ള താല്പര്യം മാത്രമാണ് പിന്നിലെന്നായിരുന്നു അവരുടെ മറുപടി. സിനിമയിലേക്ക് വരണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്ലാനുമില്ല, അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അതങ്ങ് ചെയ്തു. 14 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഡാൻസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത്. അതേസമയം നൃത്ത അവതരണത്തിന് ശേഷം ദിലീപും മഞ്ജുവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ ശക്തമായി. ഇരുവരും ഉടൻ വേർപിരിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങളും ചൂടുപിടിച്ചു. ഇതിന് പിന്നാലെയാണ് 2014-ൽ ഇരുവരും വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്തെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒടുവിൽ ഒരു വർഷത്തിന് ശേഷം 2015-ൽ 16 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരുവരും വിവാഹമോചിതരായി. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മലയാളികൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിവാഹമോചനമായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും. വിവാഹമോചനം കഴിഞ്ഞ് ഇരുവരും കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗങ്ങളെല്ലാം അന്ന് വൈറലായിരുന്നു. ഇപ്പോൾ പഴയ വീഡിയോ തന്നെ വീണ്ടും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെ എല്ലാ നഷ്ടങ്ങളുടെയും തുടക്കമെന്ന വരികളോടെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും നിറയുന്നത്. വീഡിയോയ്ക്ക് താഴെ ദിലീപിനെയും മഞ്ജുവിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് നിറയുന്നത്. മഞ്ജുവിന്റെ കരച്ചിലിന്റെ വിലയാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് മഞ്ജു വാര്യരെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത്. അവരുടെ കണ്ണീരിന് ഒരു നാൾ ദിലീപ് മറുപടി പറയേണ്ടി വരുമെന്നാണ് ചിലരുടെ കമന്റ്. അയാളുടെ മുഖത്തന്ന് എല്ലാം നേടിയെന്നൊരു ഭാവമുണ്ട്. ഒന്നും നേടിയിട്ടില്ല എന്ന് പിന്നീട് അയാൾ അറിഞ്ഞു. മഞ്ജു ചേച്ചി ഇപ്പോൾ എല്ലാം നേടിയെന്നാണ് മറ്റൊരു കമന്റ്. ദിലീപിന്റെ ഒടുക്കവും മഞ്ജുവിന്റെ തുടക്കവും എന്ന് മറ്റൊരാൾ കുറിച്ചു. ഒരുത്തന്റെ അവസാനത്തെ ചിരിയും ഒരുവളുടെ അവസാനത്തെ കരച്ചിലുമെന്നാണ് വേറൊരു കമന്റ്. കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കരയുകയാണ് മഞ്ജു വാര്യർ. അതേസമയം ദിലീപിന്റെ ഭാവത്തെ വിമർശിക്കുകയാണ് ചിലർ. പഞ്ചാബി ഹൌസിൽ കൊച്ചിൻ ഹനീഫയുടെ ഒരു ചിരിയുണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്ന ഭാവത്തിൽ അതാണ് ദിലീപിലും കാണാൻ സാധിക്കുന്നതെന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. ദിലീപിന്റെ പോക്ക് കണ്ടാൽ തോന്നും ഇലക്ഷനിൽ നിന്ന് ഭൂരിപക്ഷത്തോടെ ജയിച്ച പോലെ. അവർ അനുഭവിക്കുന്ന മാനസിക വേദന പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരേ സമയം ഒരേ ദിവസം ഒരു മകൾ നഷ്ടപ്പെടുക, ഭർത്താവ് നഷ്ടപ്പെടുക, മരിച്ചാൽ മരിച്ചെന്ന് കരുതിയ സമാധാനിക്കാം. ഇത് അങ്ങനെയും അല്ല മറ്റൊരാൾക്ക് വേണ്ടി. പാവം പിടിച്ച ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി മാനസിക വേദന നൽകിയ ദുഷ്ടൻ ദൈവം പോലും പൊറുക്കില്ല. അവരുടെ ശക്തി, അവരുടെ കുടുംബവും സർവശക്തനായ ദൈവവും അവരുടെ കൂടെയുണ്ട്. അവരുടെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തത്. അതേസമയം മഞ്ജുവിനെ വിമർശിച്ചുള്ള ഒരു കമന്റ് ഇങ്ങനെ: ഒരു കുന്തവുമില്ല, ഡോക്ടറായ മകൾ ഇപ്പോഴും അച്ഛന്റെ കൂടെ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആരുടെ കൊണം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക എന്ന്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു പ്രശ്നമല്ല, രണ്ടാൾക്കും രണ്ടാളുടെയും സന്തോഷം. ഇങ്ങനെ പോകുന്നു മറ്റു ചില കമന്റുകൾ. അവർ പിരിയുന്നതായിരുന്നുവെന്നാണ് വേറൊരാൾ കുറിച്ചത്. എല്ലാം വ്യക്തിപരവും അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യതയുമാണ്. ദിലീപും മഞ്ജു വാര്യരും മലയാള സിനിമയിലൂടെ മികച്ച നടനും നടിയുമായതുകൊണ്ടാണ് നാം ഓരോരുത്തരും അവരുടെ മാത്രമായ വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. എനിക്ക് രണ്ടുപേരുടെയും അഭിനയം വളരെ ഇഷ്ടമാണ്. അവർ വീണ്ടും ഒരുമിച്ചിരുന്നുവെങ്കിലെന്ന് ഞാൻ പലകുറി ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, എങ്കിലും ഇരു കൂട്ടർ ദൈവം നല്ലത് മാത്രം സമ്മാനിക്കട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യവുമല്ലല്ലോ എന്നും കമന്റിൽ പറഞ്ഞു. അതേസമയം വിവാഹമോചനത്തിന് ശേഷം ഇരുവരോടും പലരും കാരണങ്ങൾ തേടിയെങ്കിലും ദിലീപോ മഞ്ജു വാര്യരോ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല പരസ്പരം വിമർശിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം ദിലീപുമായി വേർപിരിഞ്ഞതിന് സിനിമാ തിരക്കുകളിലാണ് മഞ്ജു. അടുത്തിടെ 2 വ്യത്യസ്ത അഭിമുഖങ്ങളിൽ സംസാരിക്കവേ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ
മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വരട്ടെ, അപ്പോൾ ആലോചിക്കാമെന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപിനെ കുറിച്ചുള്ള ആ ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു, ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട, സാരമില്ല, അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത്. ദിലീപ് മഞ്ജു വാര്യരുടെ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി. മാതാപിതാക്കൾക്ക് വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്ര വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത്. അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി. മഞ്ജു വാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. അവിടെ നിന്നും വേഗം മടങ്ങി പോവുകയും ചെയ്തിരുന്നു. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ബിരുദദാന ചടങ്ങ്. ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു. സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്നു പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാകുക. ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത്. ചെന്നൈയിലെ ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി MBBS എടുത്തിരിക്കുന്നത്. ബിരുദദാന ചടങ്ങിന് പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങളെല്ലാം മറന്നുവെന്നും ഒന്നിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു. അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാണ്. മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യരും ലൈക്ക് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു. ഇതിന് മഞ്ജുവും ലൈക്ക് അടിച്ചിരുന്നു. മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല. ആദ്യ വിവാഹം പരാജയമായപ്പോഴും കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്.